കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 26-19-20. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. ധന്യനായിരിക്കുന്ന പൗരസ്ത്യ പറയുന്ന വാക്കുകളാണ്. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായി പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ലോകത്തെ കീഴ്മേൽ മറിച്ച അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ സ്വർഗീയ ദർശനങ്ങൾ. പൗലോസ്ലീഹായുടെ സ്വർഗീയ ദർശനങ്ങൾ, ദ വിഷൻസ് ഓഫ് സെയിന്റ് പോൾ. പൗലോസ്ലീഹായുടെ ദൈവീകമായ വെളിപ്പാടുകൾ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് സ്വർഗീയമായിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടി. വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിക്കുവാൻ തക്കവണ്ണം ധാരാളം വെളിപ്പാടുകൾ ഭൂമിയിൽ ദൈവവേല ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ മാനസാന്തരത്തിന് ശേഷം പൗലോസ്ലീഹയ്ക്ക് ലഭിച്ചു. നിങ്ങൾക്ക് വിഷയം മനസ്സിലായി കാണും. പൗലോസ്ലീഹ ജീവിതത്തിൽ ദർശിച്ച സ്വർഗീയമായിരിക്കും ദർശനങ്ങൾ. ഒന്നാമത്തെ ദർശനം ഏതാണ്? തുടക്കം ഏതാണ്? അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും പൗലോസ്ലീഹ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ആദ്യത്തെ ദർശനം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. വളരെ വ്യക്തമാണ്. പൗലോസ്ലീഹായുടെ കാര്യങ്ങൾ ദൈവത്തിനെതിരാണ്, ഈ മാർഗക്കാർക്കെതിരാണ്. സാക്ഷാൽ സത്യരക്ഷകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുന്ന ദൈവമക്കൾക്കെതിരാണ്. അതിനുള്ളതായ മഹാപുരുഷന്മാരുടെ അധികാരപത്രവുമുണ്ട്. കൊല നിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തി പോവുകയാണ്. വെറും സാധാരണക്കാരനല്ല, ഒത്തിരി യോഗ്യതകൾ പറയുവാനായിട്ടുണ്ട്. റോമ പൗരനാണ്, എബ്രായനാണ്, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അന്യനാണ്, ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ്, അന്നത്തെ യുവതലമുറയുടെ അനിശ്ചയത്യ നേതാവാണ്. ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം സത്യക്രിസ്ത്യാനികളെ കൊന്നൊടുക്കണം, ജയിലിൽ അടയ്ക്കണം. അതിനുവേണ്ടി ഒരു പൈശാചികന്റെ ശക്തിയുടെ നിറവിലും തികവിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദമസ്കോസ്, ദൈവത്തിന് സ്തോത്രം. ശൗലിൻ്റെ ദമസ്കോസ് ഓപ്പറേഷൻ. ദൈവമക്കളെ, എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ആ കാലുകൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെതിരാണ്. ഈ ശൗലിനെ കർത്താവ് മുന്നമേ കണ്ടതാണ്. ദമസ്കോസിന്റെ പടിവാതിക്കലെത്തി. നട്ടുച്ചയ്ക്ക്, ദൈവത്തിന് സ്തോത്രം, നട്ടുച്ച സൂര്യനെ വെല്ലുന്നതായ ഒരു പ്രകാശ പ്രവാഹം, വലിയ ഇടിമിന്നലില്ലേ, 1000 സൂര്യൻ ഒന്നിച്ചുദിക്കുന്നത് പോലെ നട്ടുച്ചയ്ക്ക് വെട്ടിപ്രകാശിക്കുന്നതായ ആ ഒരു പ്രകാശ ഒഴുക്കായിരുന്നു അത്. ദൈവത്തിൻ്റെ മഹത്വം. ഇടിമിന്നലേറ്റ് വീഴുന്ന പോലെ ശൗല് നിലത്ത് വീണു. കണ്ണ് കാഴ്ചയില്ല. അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നൊരു ശബ്ദം. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, കബറടക്കപ്പെട്ടു, തീർന്നു എന്ന് വിചാരിച്ച് പഠിപ്പിച്ചുകൊണ്ട് വന്നായ ശൗൽ ചോദിക്കുകയാണ്, ഇതാരാണ്?
വളരെ വ്യക്തമായി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. ഞാൻ മരിച്ചിട്ടില്ല, ഇന്നും നീ ജീവിക്കുന്ന യേശുവാണ്. മുള്ളിനോട് ഉதைക്കുന്നത് നിനക്ക് നല്ലതല്ല. ദൈവത്തിന് സ്തോത്രം. നീ യുദ്ധം ചെയ്യുന്നത് സർവശക്തനായ ദൈവത്തോടാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കൾ ഇത്രയും കേട്ടപ്പോൾ തകർന്നു. പോളിന്റെ അന്തരംഗത്തിലേക്ക് ഒരു ദിവ്യപ്രകാശം ഒഴുകിയിറങ്ങി. അതാണ് ആദ്യത്തെ ഉജ്ജ്വല ദർശനം. ആരെയാണ് കാണുന്നത്? നീതിയും സൂര്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ജ്വലിക്കുന്ന പ്രകാശം. ഏത് കരുത്തനായ വ്യക്തിയെയും തറപറ്റിക്കുന്നതായ, നിലം പതിച്ച് വീഴിക്കുന്നതായ ദൈവത്തിന്റെ അത്യന്തമായിരിക്കുന്ന ശക്തി. ഹല്ലേലൂയ. എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നുവോ നിങ്ങളെല്ലാം മറക്കുക. നിങ്ങൾ ഉള്ളം തൊട്ടെന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ രംഗം ഒരു ദമസ്കോസിന്റെ പടിവാതിലായി മാറണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ വഴികൾക്കെതിരായി നീങ്ങുന്ന കാലുകളുമായി നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ ഒഴുക്കിന് അനുകൂലമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കെതിരായും ഓടുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ആ തീജ്വാല എന്നെ ഇവിടെ ഒന്ന് വെട്ടിമിന്നി വീഴിക്കണം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്ക് അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണത്? ശൗല് നിലത്ത് വീണു. അപ്പോസ്തലർ 22:7 വായിച്ചേ. 22:7 വായിച്ചേ. ഞാൻ നിലത്ത് വീണു. ഞാൻ നിലത്ത് വീണു. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ ഉള്ളത്തിൽ നിറഞ്ഞു വരുന്ന ഒരാഗ്രഹമുണ്ട്. ഇന്ന് ചില അഹങ്കാരികളായ വ്യക്തികൾ തകർന്ന് തരിപ്പണമായി നിലംപരിചാകണം. റോമ പൗരത്വമുള്ള വ്യക്തി, മഹാപുരുഷന്റെ അധികാരമുള്ള വ്യക്തി, നല്ല സ്ഥാനവും അംഗീകാരവും വിദ്യാഭ്യാസമുള്ള വ്യക്തി, ആരുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ പ്രാഗൽഭ്യത്തോടെ നട്ടെല്ല് നിർത്തി എന്തിനും പോന്ന കരുത്തും തൻ്റെ ഇടമുള്ളതായിരിക്കുന്ന വ്യക്തി തകർന്ന് തരിപ്പണമായി ഇതാ റോഡിൽ കിടക്കുകയാണ്. ഞാനും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ അഹങ്കാരമുള്ള ആളത്വത്തെ ഒന്ന് ഉടച്ച് തകർത്ത് ഇന്നിവിടെ ഒന്ന് വീഴിക്കണം. ഈ കാലുകളുമായിട്ട് എനിക്കിനി മുന്നോട്ട് പോകണ്ട. നിങ്ങൾ മറ്റൊന്നും കേട്ടുകൊണ്ടിരിക്കണ്ട. നിങ്ങൾ എന്നിലേക്കുമല്ല നോക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഉയർത്തെന്നിട്ട് ജീവിക്കുന്ന ഒരു കർത്താവായ യേശുക്രിസ്തുവുണ്ട്. ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു യേശുവുണ്ട്. ഇതാരാണ് സംസാരിക്കുന്നത്? ഈ വ്യക്തികളൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെന്നിട്ട് ജീവിക്കുന്ന കർത്താവായി യേശുക്രിസ്തു സ്നേഹിച്ച് ആകർഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യക്തമായി ഇടപെടുന്ന സമയമാണ്. വന്നതുപോലെ ഞാൻ അഹങ്കാരത്തോടെ സ്വയം കേന്ദ്രീകൃത ജീവിതമായി തിരികെ പോകാൻ ഇടവരരുത്. പ്രാർത്ഥിച്ച ദൈവം കേൾക്കുകയില്ലേ? ഒന്നാമത്തെ ദർശനം എന്താണ്? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ട് കാണുന്ന ദർശനമാണ്. സ്വയം തകരുന്ന ദർശനമാണ്. നിലത്ത് വീഴുന്ന ദർശനമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനെതിരായി, ദൈവമക്കൾക്കെതിരായി ഓടുന്ന കാലുകളെ തടഞ്ഞു നിർത്തുന്നത് ഒരു സ്വർഗീയമായിരിക്കും ദർശനമാണ്. പൗലോസ്ലീഹ കർത്താവായ യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചൊന്നും ബോധ്യമില്ല. ഉപദ്രവിക്കാൻ പോയത് ആരാണ്? ഈ മാർഗക്കാരെയാണ്. കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന പാവപ്പെട്ട ദൈവമക്കളെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ മർമ്മം അറിയാമല്ലോ. ഈ ഭൂമിയിൽ പാവപ്പെട്ട ഒരു ദൈവദാസനെ ഉപദ്രവിക്കുക, അവനെതിരായി നിൽക്കുക, അവനെക്കുറിച്ച് കുറ്റം പറയുക, അവനെക്കുറിച്ച് അപവാദം പറയുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ വ്യക്തമായി എഴുതി വെച്ചു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് കുത്തുന്നതാണ് വചന. ഞാൻ ഈ പറയുന്നത് ദൈവത്തിനെതിരാണ്. വല്ലവരുടെയും ജീവിതത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവിനെതിരായ ഗുരുതരമായ പാപം വന്നിട്ടുണ്ട് എങ്കിൽ, കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ചോദിക്കണം. തിരുത്താൻ പറ്റുകയില്ലല്ലോ. കല്ല് അങ്ങോട്ട് എറിഞ്ഞു പോലെ ഞാൻ ചിലതെല്ലാം പറഞ്ഞുപോയി. തിരിച്ചെടുക്കാൻ പറ്റുമോ? അനേകരുടെ ഉള്ളത്തിൽ വേദന മുറിവേൽപ്പിച്ചു. തിരിച്ചെടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. വാട്ട് വിൽ ദൗ ഹാവ് മീ ടു ഡു ജീസസ്? ഞാൻ വിചാരിച്ചു ഞാൻ ബുദ്ധിമാനാണ് എന്ന്.
ഞാൻ പള്ളിഭക്തനാണ് എന്ന്, ദൈവത്തിന് യാഗം കഴിക്കുന്ന വേലയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. പക്ഷെ സാക്ഷാൽ സത്യദൈവത്തിന് എതിരായിട്ടാണ് എൻ്റെ ഓട്ടമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നിങ്ങൾ കുറ്റം പറഞ്ഞ കൂട്ടായ്മയല്ല, നിങ്ങൾ കുറ്റം പറഞ്ഞത് പാവപ്പെട്ട ചില ദൈവമക്കളെ അല്ല, ചില ദൈവ വേലക്കാരെ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ തേജോമയനായ ദൈവത്തെയാണ് നിങ്ങൾ വിട്ടിമറി ഏൽപ്പിച്ചത്. ആ പാപം ഇന്ന് ക്ഷമിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ചോദിച്ച ദൈവത്തോട് അവിടെ കിടന്നുകൊണ്ട്, കർത്താവേ നീയാണെന്ന് മനസ്സിലായി, എൻ്റെ കാലിടുകൾ നിനക്കെതിരാണെന്ന് മനസ്സിലായി, ദൈവത്തിന് ഇനി ഞാൻ എന്ത് ചെയ്യണം? വചനം കേൾക്കുമ്പോൾ അതാണ് വരേണ്ടത്. പത്രോസ് ആ വചനം പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, ജനം ചോദിച്ചു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തോടൊന്ന് ചോദിച്ച മക്കൾ, ഒരു പ്രസംഗമല്ല നിങ്ങളോട് പറയുന്നത്. നിങ്ങളങ്ങ് മറന്ന് ഞാനും ഭയത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ആ ശൗലിനെ പൗലോസാക്കി മാറ്റി വെട്ടിമിന്നിയതായ തേജസ്സല്ലേ നമ്മളെ നടത്തുന്നത്. 100% മഹത്വം എൻ്റെ പൊന്നു കർത്താവിന് മാത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പഴയതുപോലെ പാപത്തിൽ രസിച്ചിനി മുന്നോട്ട് പോകേണ്ടതെന്ന്? കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കാൽവരി നമ്മുടെ മധ്യത്തിൽ കത്തി ജ്വലിക്കുന്നുണ്ട്. ആ സ്നേഹാഗ്നിയുടെ പ്രകാശമാണ് നിങ്ങളെ ജ്വലിപ്പിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നിരുന്നേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്തരാത്മാവിലേക്ക് കാൽവരിൽ കത്തിയതായ സ്നേഹത്തിൻ്റെ ജ്വാലയൊന്ന് കടന്നു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാവരും ഉണർന്നു കേട്ടേ. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് കണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടാണ്. എല്ലാവർക്കും മനസ്സിലായോ? അത് കൂട്ടായ്മയ്ക്ക് വന്നെന്നോർത്ത് ക്രിസ്ത്യ ജീവിതം തുടങ്ങിയെന്ന് ധരിക്കരുത്. വചനം പറഞ്ഞു എന്നോ സാക്ഷ്യം പറഞ്ഞു വിചാരിച്ച് കൂട്ടായ്മയിൽ ദൈവത്തിന് സ്തോത്രം എഴുന്നേറ്റ് നിന്ന് വേല ചെയ്തു എന്ന് വിചാരിച്ച് ക്രിസ്ത്യ ജീവിതം തുടങ്ങിയെന്ന് വിചാരിക്കരുത്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുമായിട്ട് ഓരോ വ്യക്തിയും വ്യക്തിപരമായി നേരിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ്. പൗലോസ്ലീഹ പള്ളിയായിട്ടും മഹാപുരോഹിതന്മാരും ദൈവവേലയ്ക്കായിട്ട് ബന്ധം ഉണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യാനിയാകുകയാണ്. ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ ബന്ധപ്പെട്ടു. അവിടെ വെച്ച് വ്യക്തമായി പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ? അവിടെയാണ് സമ്പൂർണ്ണ സമർപ്പണം. അഹങ്കാരിയായിരിക്കുന്ന ഞാൻ ഇതാ തറപറ്റി നിലത്ത് വീണ് കിടക്കുകയാണ്. പൗലോസ്ലീഹ വീണു, ശൗല് വീണു. എഴുന്നേറ്റത് ആരായിട്ടാണ്? സെയിന്റ് പോളായിട്ടാണ് എഴുന്നേറ്റത്. ദൈവമേ, ആ ശക്തി ഇന്ന് ഇവിടെ നിന്ന് പ്രവർത്തിക്കില്ലേ? ഏത് കൊടുംപാപിയെയും വേശ്യവൃത്തിക്കാരനെയും കൊലപാതകനെയും മോഷ്ടാവിനെയും, ഞാൻ ഒരു വാക്കൂടെ പറയട്ടെ, പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്തവനെയും, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവമക്കളെ ഉപദ്രവിച്ചവരെയും ഈ കൂട്ടായ്മയ്ക്ക് എതിരായി പ്രവർത്തിച്ചവരെയും പറഞ്ഞവരെയും എല്ലാം സ്നേഹിക്കുന്ന കാൽവറിയിലെ തീ ഇന്ന് കരിക്കൊട്ടയെ തീ പിടിക്കുവാൻ തക്കോണ്ടൊന്ന് വ്യാപരിക്കട്ടെ. നിങ്ങളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. കർത്താവേ, ഇന്ന് എൻ്റെ പാപബന്ധനങ്ങളെല്ലാം അഴിച്ചു തന്നാൽ, കാൽവറിയിൽ കത്തിയതായ ആ ജ്വലിക്കുന്ന തീ എന്നിലൊന്ന് കത്തിയാൽ, ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം, പാപാണുക്കളെല്ലാം ചത്തുപോകും, രോഗാണുക്കളെല്ലാം ചത്തുപോകും, ശാപബന്ധനങ്ങളെല്ലാം മുറിഞ്ഞു പോകും. ശൗല് നിലത്ത് വീണു, ദൈവത്തിൻ്റെ ശത്രു. കർത്താവിനെതിരായി ഓടിയതായ കാലുകൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ഓടുവാൻ തക്കോണം അനുകൂലമായ കാലുകളായി മാറി. ആ ശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കണം. ഒന്ന്, യേശുവിനെ നേരിട്ട് കണ്ടു. നീ ആരാകുന്നു എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു. നിർത്താവോ നിങ്ങൾക്കുന്നത്? പാപം ആവർത്തിക്കില്ല എന്ന് വ്യക്തമായി ഒന്ന് തീരുമാനിക്കാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിലത്തൊന്ന് തകർന്നു വീഴണം എൻ്റെ സ്വയം. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ എന്ത് ചെയ്യണം? ദാറ്റ്സ് an absolute self surrender to the mighty hands of God. ദൈവത്തിൻ്റെ ആണിപ്പെടുതല കരങ്ങളിലേക്ക് ജീവിതം സമ്പൂർണ്ണമായി തീരെഴുതി കൈമാറുകയാണ്. വന്നതെല്ലാം വന്ന് കർത്താവേ. നിങ്ങളൊക്കെ പറഞ്ഞു, സഹോദരിമാരൊക്കെ പറഞ്ഞു, അങ്ങനെ സഹോദരന്മാരൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തീയത്തിൽ ഇന്നലകളില്ല. ഇതൊരു ദമസ്കോസിന് പടിവാതിലായി മാറട്ടെ. ഞാൻ ഇവിടെ വരുന്നതായ സമയത്ത്, എൻ്റെ സഹോദരൻ വിളിച്ചുകൊണ്ട് ഇവിടെ വരുന്നതായ സമയത്ത് ഞാൻ സുവിശേഷം പറയുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ സുവിശേഷത്തിനെതിരായിരുന്നു. കർത്താവായ യേശുക്രിസ്തു എന്നിലുണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും ഇച്ഛകളും ഇമ്പങ്ങളും മുഴുവൻ മട്ടുപോലെ ഊറ്റിക്കുടിച്ച് രസിച്ച് നടന്നായ ഒരാത്മീയനായിട്ട് ഞാൻ അഭിനയിച്ച് നടന്നു. ഞാൻ പറയും, എൻ്റെ മൂടുപടം വീണതായിരിക്കുന്നതായ, എൻ്റെ മുഖം മൂടി വീണതായിരിക്കുന്ന സ്ഥലമാണിത്.
ഹല്ലേലൂയ. ഇവിടെ വെച്ച് ഞാൻ കണ്ടത് ബഹുമാനപ്പെട്ട എം. യോഹന്നാൻ സാറിനെ അല്ല, പ്രസംഗിക്കുന്നവരെ അല്ല. ദൈവം എന്നെ സ്നേഹിച്ച് കാൽവറിൽ യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടി. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യാഥാർത്ഥ്യമായിരിക്കുന്ന ദിവ്യ ദർശനമായിരുന്നു അത്. അന്ന് ഞാൻ കർത്താവിനോട് ഇവിടെ ഇരുന്ന് പറഞ്ഞു, കർത്താവ്, ഈ വൃത്തികെട്ട എൻ്റെ ചങ്ക് നിനക്ക് മതിയെങ്കിൽ അത് ഇന്ന് എൻ്റെ കർത്താവിന് വേണ്ടി തുറന്നുതരാൻ എനിക്ക് മനസ്സാണ് എന്ന് പറഞ്ഞു. ആ നിമിഷത്തിൽ അരുമനാഥന് രക്തം പുരണ്ട ആണിപ്പൊഴുതല കാലുകൾ എടുത്തു വെച്ച് ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട അടി എൻ്റെ ചങ്കിനകത്തേക്ക് എൻ്റെ കർത്താവ് കടന്നു വന്നു. ഞാൻ വിനയത്തോടെ കൈകൂപ്പിക്കൊണ്ട് സാക്ഷ്യം പറയട്ടെ, എൻ്റെ സർവസ്വമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ചങ്കിനകത്ത് സർവസ്വമായി വെച്ച് പൂജിച്ചുകൊണ്ടാണ് ഈ നിർമ്മല സുവിശേഷം നിങ്ങളോട് പറയുന്നത്. യേശു എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ ഇടയനാണ്, അവൻ എൻ്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ജീവരക്തം ഊറ്റിത്തന്നതിനെ വിലയ്ക്ക് വാങ്ങിയതായ എൻ്റെ സർവശക്തനായ ദൈവമാണ്. ഈ മൂക്കിൽ ശ്വാസമുള്ള കാലത്രത്തോളം ഈ കർത്താവിന് വേണ്ടി ഓടണമെന്നാണ് പാവപ്പെട്ട അടിയൻ്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത്രയും വ്യക്തമായൊരു സമർപ്പണം പൗലോസ്ലീഹയുടെ പക്ഷത്ത് നിന്ന് വന്നു. അവിടെ വെച്ച് ശൗല് പൗലോസായി മാറി. എന്ത് ലഭിച്ചു? വായിച്ച് 22:14-15 വായിച്ച്. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ശബ്ദം കേട്ടാൽ സമർപ്പണം ഏറ്റുവാങ്ങിക്കൊണ്ട് അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ടൊരു നിയമനം തരും. ദൈവത്തിന് സ്തോത്രം. ഇനി നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഞാൻ ഏക സത്യരക്ഷകനാണ് എന്ന്. ആ കർത്താവിന് ലജ്ജിപ്പാനോയില്ലാത്തൊരു സാക്ഷിയായി ഓടുവാനുള്ളതായ ഒരു നിയമനം ലഭിച്ചു. ആ ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കണം. 16-ാമത്തെ വാക്യം വായിച്ച്, 22-16 വായിച്ച്. ദൈവവേലയ്ക്ക് വേണ്ടി നിന്റെ കാലുകൾ ഓടാൻ തുടങ്ങുന്നതിന് മുൻപ്, നിന്റെ നാവ് ചലിക്കാൻ തുടങ്ങുന്നതിന് മുൻപ്, നീ സാക്ഷ്യം പറയാൻ നിന്റെ ശബ്ദം ഉയരുന്നതിന് മുൻപ് ഒരു കാര്യം വളരെ വ്യക്തമായി ദൈവത്തിന്റെ അരുളപ്പാട് എന്താണ് ഉണ്ടായത്? 22-16. എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. സ്തോത്രം. എന്ത് വ്യക്തമാ, കേട്ടോ എല്ലാവരും? ദൈവത്തിന് സ്തോത്രം. ദൈവവേലയ്ക്ക് മുൻപ് പാപം കഴുകി വിശുദ്ധനായി മാറണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ ഭയത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അതാണ് സ്നാനം കാണിക്കുന്നത്. പാപസംബന്ധമായി മരിച്ചു, കുഴിച്ചിടപ്പെട്ടു, ജീവന്റെ പുതുക്കത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി മാമോദീസ തൊട്ടിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റു, കുഞ്ഞാടിൻ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് ഒന്നാമത്തെ ദർശനം. കർത്താവായ യേശുക്രിസ്തു എന്ന ഏക സത്യരക്ഷകനെ, ആ തേജസ്സേറിയ വെളിച്ചത്തെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വ്യക്തിപരമായി കണ്ടു. ഒന്നാമത്തെ ദർശനം. രണ്ടാമത്തെ ദർശനം ഏതാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 16:8-10 വരെ വായിച്ച്. പൗലോസ്ലീഹയുടെ രണ്ടാമത്തെ ദർശനം. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാം എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് കരിക്കട്ട തീയായി മാറി. ഇനി തന്നിഷ്ടമില്ല, ദൈവ ഇഷ്ടം മാത്രം. വളരെ വ്യക്തമായ ഒരു നിയമനം ലഭിച്ചു. സ്വർഗത്തിന്റെ ഉള്ളറ തുറന്ന ആഗ്രഹം പറഞ്ഞു, നീ ഇനി വിശുദ്ധീകരണം പ്രാപിക്കണം, കഴുകൽ പ്രാപിക്കണം. ഇത്രയും പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ആത്മനിറവ് പ്രാപിച്ചപ്പോൾ, പാപം കഴുകി ഈ മൺപാത്രം വിശുദ്ധമായി തീർന്നു, പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിളി കേൾക്കാം. മക്കദോന്യ വിളി. കടന്നു വന്ന് ഞങ്ങളെ സുവിശേഷം അറിയിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന് ഞങ്ങളെ സുവിശേഷം അറിയിക്കുക. അവിടെ എനിക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ചില മക്കളുണ്ട്. മനസ്സിലായത് നിങ്ങൾ? ഞാൻ വളരെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണിത്. ദൈവമക്കൾ ഇതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ച് ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപത്തോട് യാത്ര പറഞ്ഞ് സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്ന കുഞ്ഞാടിന്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിച്ച് ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് നിങ്ങളുടെ കാലുകൾ ആത്മാക്കളെ നേടാൻ വേണ്ടി ഓടണം. നിങ്ങളുടെ ദേശത്ത് നിന്ന് വിളി കേൾക്കണം. നിങ്ങൾ
നാശത്തിലേക്ക് പോകുന്നവരുടെ വേദനയുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഐശേ ദൈവത്തിന് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ആദ്യം അത് പറയുന്നുണ്ട്. അന്നേരം മുതൽ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായി. വായിക്കാം. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. പരിശുദ്ധാത്മാവ് വിലക്ക് ഇന്നടത്ത് വചനം പറയണ്ട. പിന്നെ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസിയിലെത്തി ബിഥുന്യക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഞാൻ എൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. എൻ്റെ ദൈവമേ, നിങ്ങൾക്കൊരു കൊതി തോന്നുന്നുണ്ടോ? ഈ തികഞ്ഞ ബലഹീനതയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ പരിജ്ഞാനവും ഒന്നല്ല കർത്താവ്. ഒരു കാര്യം ചെയ്യാമോ? പരിശുദ്ധാത്മാവുണ്ടല്ലോ, ഒന്ന് നടത്താമോ കർത്താവ്? ഈ പൊട്ടനും മണ്ടനും തന്നിഷ്ടക്കാരനുമായ എൻ്റെ ഇഷ്ടത്തിന് നീ വിടരുത്. പൗലോസ്ലീഹ പറയും, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, ഇതിലേ പോകും. ഹല്ലേലൂയ, ദൈവത്തിന് സാറേ അങ്ങനെയൊക്കെ നടക്കുമോ? എനിക്കതൊന്നും പറയാൻ പ്രാഗൽഭ്യമില്ല. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ദൈവം നടത്തും, ദൈവം നടത്തും. ജീവിതത്തിൻ്റെ ചുക്കാൻ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ മതി. ജീവിതത്തിൻ്റെ എൻ്റെ ഉള്ളറയിൽ ഒരു കൊതിയുണ്ട് കർത്താവ്. എൻ്റെ തന്നിഷ്ടം താഴെ വെച്ചിട്ട് പൊന്നിഷ്ടത്തിന് വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു. ഈ മൺപാത്രം രക്തത്താലൊന്ന് കഴുകി വിശുദ്ധീകരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്ന് നിറച്ചു തരാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വഴി ഇതിലേന്ന് പറയുന്നൊരു ശബ്ദം, അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എങ്കിലും കർത്താവ് എൻ്റെ വഴിക്ക് നീ എന്നെ വിടരുത്. കർത്താവിനെ തടുക്കാവല്ലോ. ഈ ബലഹീന പാത്രം പോകരുതാത്തായ വഴി അടച്ച് പോകേണ്ടതായിരിക്കുന്ന വഴി തുറന്നു തരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അത്രയും നടത്തിപ്പീട്ടിയതായ പൗലോസ്ലീഹ പിന്നീട് കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു 9-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ഇത്രയും ദൈവമക്കളൊന്ന് ഉണർന്നിരുന്നുവെങ്കിൽ 1 കോരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ വായിച്ച്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എല്ലാവരും ഒന്ന് ഞെട്ടലോടെ കേട്ട്. നല്ലവനായ ദൈവം നാവ് ചലിപ്പിക്കുന്ന ഒരു ശബ്ദം. എല്ലാവരും കേട്ടോ? അത് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ. അടുത്ത വാക്ക് പറഞ്ഞ്, അയ്യോ കഷ്ടം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്രകാരം ഒരു സംഭവം വായിച്ചു. ഒരു ശുശ്രൂഷയിൽ അഭിമന്യ തിരുമേനി, സുവിശേഷ വെളിച്ചം കിട്ടി തിരുമേനി, അന്ന് വന്നിരിക്കുന്ന ആളുകളോട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യിച്ചിട്ട് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും ഈ കൈയെടുത്ത് തലയിൽ വെച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് വാക്ക് കേൾക്കണം. എന്താ? ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കേട്ടു നോക്കൂ. ഏത് പ്രായത്തിലുള്ളവരും കുഞ്ഞുങ്ങളും കേട്ടോ അത്? ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ആ ശാപം വേണമോ? മാനസാന്തരപ്പെടുക, കഴികൾ പ്രാപിക്കുക, ആത്മാവിൽ നിറയുക, ആത്മാക്കളെ നേടാൻ വേണ്ടി ഓടുക. അതിന് സ്വർഗഭണ്ഡാരം തുറന്ന് സർവ്വ നന്മകൾ നിങ്ങൾക്ക് തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.